മുടി വെട്ടിയതല്ല, മുടി മുഴുവൻ പോയതാണ്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ല ആക്ച്വലി എത്ര വയസ്സായി അത് പറയില്ല. അത് എന്നിലൂടെ മണ്ണിട്ട് സൂര്യൻ അസ്തമിക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല, വഴി ഇറങ്ങില്ല. ബിഗ് ബോസ് വിന്നർ ആയതിനു ശേഷം അനു ചേച്ചിനെ എന്നാലും ഒരു ചാൻസ് കിട്ടുവാണ്. 100 ദിവസം ഫോണില്ല, ചേട്ടനില്ല. ഞാൻ പോണോ വേണ്ടയോ പ്രേക്ഷകരോട് ചോദിക്കാം. പോണോ വേണ്ടയോ? നീ പോവാതിരിക്കും, എന്ത് വേണം ചെയ്യും. പിന്മാറിയിട്ടൊന്നുമില്ല. നമുക്കിപ്പോ ഇവിടെ ഒരു വർക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വന്ന് ചെയ്യും. ഓൺലൈൻ ക്ലാസ്സിലുള്ള കുറച്ച് കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നാട്ടിൽ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. സുചേട്ടൻ ആക്സിഡന്റ് ആയി, സുചേട്ടൻ പോയി. അപ്പൊ നമ്മള് പിന്നെ നമ്മളവിടെ സ്റ്റക്കായി. അല്ല, വിളിച്ചാൽ ടീം സ്പോട്ടിലെത്തും. ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട്, അല്ലെ ആരെങ്കിലും വിടും. ഞങ്ങൾ വളർന്നിട്ടില്ല, പിള്ളേരെ വളർത്താറായിട്ടില്ല. ഇപ്പൊ വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞല്ലോ. ഫസ്റ്റ് ലോങ് ഡിസ്റ്റൻസ് വാലന്റൈൻസ് ഡേ ആയിരുന്നോ? എങ്ങനെയായിരുന്നു അത് സെലിബ്രേറ്റ് ചെയ്ത്? ലോങ് ഡിസ്റ്റൻസ് അതിന്റെ വിഷമൊക്കെ ഉണ്ടായിരുന്നോ? നമ്മള് കഴിഞ്ഞ വർഷമൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. ഈ വർഷം ഇല്ലായിരുന്നു. അപ്പം ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം നോർമൽ ഒരു ഡേ പോലെ അങ്ങ് പോയി എന്ന് വിചാരിച്ചു ചേട്ടൻ അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഒരു ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വിളിച്ച് ഒരു നല്ലൊരു കുറച്ച് ചോക്ലേറ്റും റോസും ഫ്ലവർ അങ്ങനെ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്ത് ചേട്ടനെ വീട്ടിൽ ചെന്ന് സർപ്രൈസ് കൊടുത്തു. അവരെ കൊണ്ട് കുടിപ്പിച്ചു. ചേട്ടനോട്ട് പ്രതീക്ഷിച്ചില്ല. ചേട്ടൻ എന്താ തിരിച്ചു തന്നേ? രീതി വാലന്റൈൻസ് ഡേക്ക് ഒന്നും തന്നില്ല. ആള് ബിസി ആയിരുന്നു. ഓർത്തില്ല. അടി ഉണ്ടാക്കിയില്ല. അപ്പോ അങ്ങനെയൊന്നും ഉണ്ടാക്കി. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണ്ടേ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആള് മറന്നുപോയി, തിരക്കായിരുന്നു, ബിസി ആയിരുന്നു. വാലന്റൈൻസ് ഡേ ഒന്നും ആവണമെന്നില്ല. അല്ലാതെ ഒരുപാട് ഗിഫ്റ്റുകളായാലും ഒരുപാട് ഇത് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പം നമ്മള് ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ആളിപ്പോ ഓർത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ ഇരുന്നിരുന്നെങ്കിൽ ആള് ഉറപ്പായിട്ടും ഒക്കെ ചെയ്തേനെ. അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഫീലൊന്നും ഇല്ല. അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കി എന്ത് എനിക്ക് തന്നില്ല അങ്ങനെ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇല്ല, ആള് അല്ലാതെ ഒത്തിരി ഗിഫ്റ്റും ഇതൊക്കെ ചെയ്തു. ബർത്ത്ഡേക്കായാലും ആനിവേഴ്സറിക്കായാലും. ആനിവേഴ്സറിക്കൊക്കെ ഒത്തിരി മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് ഏതായിരുന്നു? മറക്കാൻ എപ്പോഴും എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ തരുന്നത്. മറക്കാൻ പറ്റാത്തത് ഈ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. 360 ഡിഗ്രി ഹോട്ടൽ ഉണ്ടായിരുന്നു. അതിങ്ങനെ കറങ്ങും. അപ്പം അത് നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. നല്ല ഹൈറ്റില് ഭയങ്കര അവിടെ നിന്നാലും നമുക്ക് ഫുള്ള് കാണാം, ഖത്തർ ഫുള്ള് കാണാം. അപ്പം അവിടെ ഒരിക്കലും നമ്മൾ കൊണ്ടുപോകുന്നോ ഒന്നും നമ്മൾ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല. അതിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഇത് ഇന്നതാണ്, ഇതിങ്ങനെയാണ് എല്ലാം ഇങ്ങനെ പറഞ്ഞ് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊരിതുണ്ട്, ചെറിയ കാര്യമായാലും നമുക്കെല്ലാം പറഞ്ഞു തരും. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെ നേരെ റെഡി ആവും, നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോവാം, നൈറ്റ് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് വെറുതെ പോയി കഴിഞ്ഞപ്പോൾ നേരെ കൊണ്ടുപോയത് ഇങ്ങോട്ടേക്കായിരുന്നു. അപ്പോൾ ഇതിലേക്ക് കയറുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ടാണോ കണ്ടുവന്നത്, ഇവിടെയാണോ പോകുന്നത്, ആ ഒരു ഇതായിരുന്നു. അത് ഒരിക്കലും എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഇട്ട വീഡിയോസിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കമന്റ്സ് വരുന്നത് ചേച്ചിയുടെ മുടിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പം എന്താണ് ഈ ഒരു മുടിയുടെ സീക്രട്ട്? മുടി വെട്ടിയോന്ന് ചോദിക്കുന്നവരുണ്ട്. മുടി വെട്ടിയതല്ല, അതിൻ്റെ അഹങ്കാരം കൊണ്ട് പോണതാ. ഞാൻ വെട്ടാൻ സമ്മതിക്കുന്ന ഒരാളല്ല. എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ആരെങ്കിലും എന്നോടും കുറച്ച് കട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പാർലറിൽ പോകുമ്പോൾ അവിടെ ചേച്ചിമാർ അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ മേക്ക് ഓവറൊക്കെ ചെയ്യുന്ന ടൈമിൽ മീൻസ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ടൈമിൽ ഈ ഹെയർ സ്റ്റൈലിന് കുറച്ച് ഹെയർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, ഒന്ന് കട്ട് ചെയ്തിട്ട് വാല് കുറച്ച് കട്ട് ചെയ്തിട്ട് താഴെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാൻ വേണ്ട, അത് സാരമില്ല, ഇരുന്നോണ്ട് അത് കുഴപ്പമില്ല, വെട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി ആയി പോവും. അങ്ങനെ ഒരു തവണ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോയത്. എപ്പോഴും എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന അമ്മയായിരിക്കും.
അമ്മയാണ് താഴെ ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് തരുന്നത്. അല്ലാതെ ഞാൻ അങ്ങനെ പാർലറിൽ പോയി കട്ട് ചെയ്യുന്നത് തീരെ കുറവാണ്. വളരെ തീരെ കുറവാണ് പാർലറിൽ പോയി കട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഞാനും ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ ഇടുന്നതാണ്, അത്രേ ഉള്ളൂ. അപ്പം മുടി വെട്ടിയതല്ല, മുടി മുഴുവൻ പോയതാണ്. അവിടുത്തെ വെള്ളത്തിലൊക്കെ എന്നും കുളിക്കുമ്പോൾ മൊത്തം എന്തായാലും പോവും. പക്ഷെ ഇപ്പം നല്ല മുടിയായിരുന്നു. അപ്പൊ ആ ഒരു മുടി ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു അല്ല, നല്ലത് അങ്ങനെയല്ല. അമ്മയ്ക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു, അമ്മൂമ്മയ്ക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. അമ്മൂമ്മയ്ക്ക് നല്ല പനങ്കൊല പോലത്തെ മുടിയായിരുന്നു എന്നാ പറഞ്ഞത്. എൻ്റെ അമ്മൂമ്മയ്ക്കൊക്കെ ഭയങ്കര ഹെയർ ആയിരുന്നു എന്ന് പറയും. അമ്മയ്ക്കും അതെ, ഇതുപോലെ നല്ല ലെങ്തിൽ നല്ലോണം കിടക്കുമായിരുന്നു എന്ന് പറയും, തിക്കായിട്ട് കിടക്കുമായിരുന്നു. അതൊക്കെ പോയി. നമ്മളെപ്പോലെ തന്നെ അവർക്കും വയസ്സും പ്രായമൊക്കെ ആവും, എല്ലാം പോവും. നമുക്ക് വയസ്സും പ്രായവും ആയോ അതിന്? ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാം, എല്ലാ മനുഷ്യർക്കും വയസ്സും പ്രായവും ആവും. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഇല്ല, ആയിട്ടില്ല, വയസ്സായിട്ടില്ല, അങ്ങനെ നടക്കുക. എപ്പോഴെങ്കിലും വയസ്സായി പോയി എനിക്ക് എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഭയങ്കര വിഷമാണ്. അതുകൊണ്ട് സെലിബ്രേറ്റ് പോലും ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര വിഷമം. എന്നാലും ഞാൻ ഉണ്ണിയോട് പറയാം, എന്നാലും ഉണ്ണി നിന്നെ കണ്ടാ അറിയൂ, പറയൂ എത്ര വയസ്സായെന്ന് പറയൂ. ആക്ച്വലി എത്ര വയസ്സായി അത് പറയില്ല, അത് എന്നിലൂടെ മണ്ണിട്ട്. എന്നാലും ലാലേട്ടന്റെ ഡയലോഗ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്താൽ വേണ്ട, ഞാൻ ചോദിക്കേ. എന്റെ വെച്ച് ഞാൻ പ്രായം കുറവ്, എല്ലാരും എനിക്ക് പ്രായം കൂടുതൽ പറയുന്നുണ്ട്. അതാ എനിക്ക് പറയണം, അത് ചോദിച്ചോ. എന്നാ എനിക്കിപ്പോ 58 വയസ്സുണ്ട് പറഞ്ഞു. ഓ അത് പറ്റില്ല. ഓക്കെ, കമന്റ് വരുവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഓർമ്മിപ്പിക്കല്ലേ, ഞാൻ ഇതൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാതെ. ഓക്കെ, ഇപ്പം ചേച്ചി ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് കാണുന്നോണ്ട് ചോദിക്കുകയാണ്, ലെൻസ് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നോർമലി കണ്ണാണോ? എന്ത് തോന്നുന്നു? എനിക്ക് ലെൻസ് വെച്ചതായിട്ട് തോന്നുന്നു. ലെൻസ് വെച്ചിട്ടുണ്ട്. ഈ ക്ലിയർ സ്കിന്നിനൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, പാക്കുകളോ കാര്യങ്ങളോ ഒക്കെ? പണ്ടൊക്കെ പിന്നെ മറ്റേ അലോവേര ഒക്കെ ഇടും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അതൊക്കെ യൂസ് ചെയ്യും. പിന്നെ ചിലപ്പം നമ്മുടെ ഇതില്ലേ എന്താ മഞ്ഞൾപ്പൊടി പാലിൻ്റെ. പക്ഷെ മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് കഴിഞ്ഞാൽ മഞ്ഞയായി പോലെ. ഇല്ല, അത് കഴുകിക്കളഞ്ഞാൽ പോകും, നല്ലോണം കുളിച്ചാൽ മതി. അതെന്തോ കുത്തിയ പോലെ, നല്ലപോലെ കുളിച്ചാൽ നന്നായിട്ട് പോകും. എന്നാലും അല്ല, അതെനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് കുരു വരും എന്ന് തോന്നുന്നു. മഞ്ഞൾ അങ്ങനെ ഞാൻ കുരു വരാറില്ല, പക്ഷെ ഫോണിൽ ഇപ്പൊ ഇട്ടില്ല. പക്ഷെ ഇടുന്ന സമയം ഒരു ദിവസമൊക്കെ ഇല്ല, നല്ലോണം പോവും. പിന്നെ തക്കാളി മറ്റേ നമ്മുടെ ബ്ലാക്ക് എന്താ കോഫി പൗഡർ ഇല്ലേ, അതും ഷുഗറും ഒക്കെ കൂടെ, അത് നല്ല. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് മടി കണ്ടുപിടിച്ചത് ഞാനായതുകൊണ്ട്. പക്ഷെ ഇപ്പം സൺസ്ക്രീൻ, അത് സ്കിൻ കെയർ, അത് രണ്ടും എന്തായാലും മസ്റ്റായിട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ സൺസ്ക്രീൻ മസ്റ്റ് ആണ്. ഇടും. അവിടെയൊക്കെ വെയിലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങാറില്ല. രാവിലെ തൊട്ട് സൂര്യൻ അസ്തമിക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല. അത്രയ്ക്ക് സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾ കെയർ ചെയ്യണം. അതുപോലെ അങ്ങനെ കെയർ ചെയ്താൽ ചിലപ്പോൾ നടക്കുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ നടക്കും. ഇപ്പൊ ചേട്ടനോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, എന്താ എന്നെ എന്ത് കണ്ടിട്ടാണോ താൻ ഇഷ്ടപ്പെട്ടത്? അങ്ങനെ പണ്ട് എപ്പോഴും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ എന്നാലും എന്ത് കണ്ടിട്ടായിരിക്കും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് എന്ത് കണ്ടിട്ടായിരിക്കും, എന്തായിരിക്കും, പക്ഷെ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല. അതെനിക്കറിയത്തില്ല എന്തായിരിക്കും. തലവരെ അല്ലേ കുഞ്ഞേ, ചേട്ടൻ എന്നെ വിധിച്ചു, എനിക്ക് ചേട്ടനെ വിധിച്ചു. എന്നാലും ഒരു 3 ക്വാളിറ്റീസ് സ്വന്തമായിട്ട് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്ന 3 ക്വാളിറ്റീസ് എന്തായിരിക്കും? ഞാൻ ആക്ച്വലി ഒരു ജെനുവിൻ പേഴ്സണാണ്, അതെനിക്ക് ഉറപ്പാണ്. എന്ന് വെച്ചാൽ ഞാൻ ആരെയും ഓവറായിട്ട് ഇങ്ങനെ അഭിനയിച്ച് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സ്നേഹിച്ച് അങ്ങനെയൊന്നും ഞാൻ കാണിക്കത്തില്ല. നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ കാണിക്കുകയുള്ളൂ. അത് ഞാൻ
അങ്ങനെ നിൽക്കുള്ളൂ, അത്രേ ഉള്ളൂ. എന്നെ തന്നെ പുകഴ്ത്താൻ പറയുമ്പോൾ ദൈവമേ വേറെ വല്ലവരും എന്നെ തന്നെ ഞാൻ എങ്ങനെ പുകഴ്ത്തും. എനിക്കങ്ങനെ വേറെന്താ, എനിക്ക് അങ്ങനൊന്നും അറിയത്തില്ല പറയാൻ. അതെ, 2 കാര്യങ്ങൾ കൂടി. ചേട്ടൻ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും എന്നെ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്ന കാര്യങ്ങൾ. ചേട്ടൻ അതെ ശരിയാണല്ലോ, അത് ചോദിക്കണ്ടേ? ഞാൻ ആദ്യം എന്നോട് ഒരു ചെക്കൻ ഇഷ്ടമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് കണ്ടിട്ടാണ് എന്നെ നോക്കുന്നതെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ, നാളെ ഇന്ന് ചോദിക്കാട്ടോ. ഇനി ചോദിച്ചിട്ട് നാളെ വീഡിയോ സ്വന്തമായിട്ട് റെക്കോർഡ് വെച്ചതാണ്. അതെ, എന്നാലും അപ്പൊ ചേട്ടൻ പറയൂ എന്ത് ഒന്നും കണ്ടിട്ടൊന്നും ഇല്ല. എന്നാലും നമുക്ക് ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ, എന്ത് കണ്ടിട്ടാണോ താൻ എന്നെ ഇഷ്ടമാണ്? ഇപ്പൊ കിട്ടത്തില്ല, ഒന്ന് നോക്കി നോക്ക്, ട്രൈ ചെയ്തേ. ഓഫ് ആയിരിക്കും. ഇല്ല, നടക്കില്ല. ഓക്കെ, എന്നാ പിന്നെ 2 കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഞാനോ എന്നെ ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങളോ പിന്നെന്താ, വേറെ അതൊക്കെ എന്നോടാണ് ചോദിക്കേണ്ടത്. വേറെ ആൾക്കാരല്ലേ ചേട്ടനോടൊക്കെ ചോദിക്കണം, അല്ലെങ്കിൽ വേറെ എന്നെ അറിയുന്ന ആൾക്കാരോട് ചോദിക്കണം. ഞാൻ എങ്ങനെ എന്നെ പറയുന്നത്, ഞാൻ വളരെ നല്ലൊരു വ്യക്തിയാണ്, ഞാൻ വളരെ പാവമാണ്, ഞാൻ വളരെ ജെനുവിനാണ്, ഇത്രേ ഉള്ളൂ എനിക്ക്. എന്നാലും എന്റെ ചിരി കണ്ടിട്ടായിരിക്കും, എന്റെ മുടി കണ്ടിട്ടായിരിക്കും, അങ്ങനെയൊന്നും വരെ ഒരു വഴിയില്ല. അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ്. അതെ, ബിഗ് ബോസ് വിന്നർ ആയതിനു ശേഷം അനുചേച്ചിനെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല, എന്തായാലും കിട്ടിയാൽ കൊള്ളാന്ന്. ഇല്ല, അങ്ങനെ ഞാൻ ഇതുവരെ പോകുന്നത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പോവും, എന്നാലും ഒരു ചാൻസ് കിട്ടുവാണ്. 100 ദിവസം ഫോണില്ല, ചേട്ടനില്ല. ഞാൻ പോണോ വേണ്ടയോ പ്രേക്ഷകരോട് ചോദിക്കാം. പോണോ വേണ്ടയോ? നീ പോവാതിരിക്കും, എന്ത് വേണം ചെയ്യാൻ. ഞങ്ങൾക്ക് അതെ, അങ്ങനെ പോവാൻ ചാൻസ് ഇല്ല. വേണം നമുക്ക് ഞങ്ങൾ 2 പേരും കൂടെ പോവാണെങ്കിലോ, ഞാനും ചേട്ടനും കൂടെ, അങ്ങനെ അടിപൊളിയായിരിക്കും. അങ്ങനെയാണ് എനിക്കിഷ്ടം. ചേട്ടനാണ് പിരിയാൻ പറ്റില്ലല്ലേ? അങ്ങനെയാണെങ്കിൽ കൊള്ളാം. ഞാൻ ചേട്ടനും കൂടെ പോവാണെങ്കിൽ അങ്ങനെയാണ് പോവാം. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല. ഒറ്റയ്ക്ക് പോവാനൊരു ചാൻസ് കുറവാണ്. എന്തുകൊണ്ടാ? ചേട്ടനെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം കൊണ്ടാ? ഇപ്പൊ ഞാൻ പിരിഞ്ഞിരിക്കുവല്ലേ. അപ്പൊ പിന്നെന്താ? അല്ല, അതെന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ കോൾ പോലും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കിപ്പോ പോണെന്ന് പറഞ്ഞാൽ ചേട്ടൻ പൊക്കോ, കുഴപ്പമില്ല എന്ന് പറയും. അതല്ല നമ്മുടെ ചോദ്യം. പോണോ വേണ്ട ചേച്ചി തീരുമാനിക്കുന്നേ. അവര് വിളിക്കത്തൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വേണ്ട. അവര് വിളിക്കാത്തോണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. വിളിക്കുവാണെ ചിലപ്പോ പോവാന്ന്, എന്നെ വിളിക്കുവാണെ വരട്ടോ, വിളിച്ചില്ലെങ്കിൽ വരത്തില്ല. ഇപ്പൊ ബിഗ് ബോസിലെ ഇതൊക്കെയാ. ബിഗ് ബോസ് വിന്നർ ആയതിനു ശേഷം അനുചേച്ചീനെ പിന്നെ കാണുന്നത് ടീമിന്റെ കല്യാണത്തിന്. എങ്ങനെയുണ്ടായിരുന്നു? അവള് ഞെട്ടിപ്പോയി എന്നെ കാണുമ്പം, സർപ്രൈസ് ആയില്ലേ? അവള് നീ എന്തോടെ നീ പറഞ്ഞില്ലല്ലോ, നീ വിളിച്ചൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സർപ്രൈസ് ആയിട്ട് പോയി. അനുചേച്ചി ബിഗ് ബോസിൽ പോയപ്പോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു ഇവള് വിന്നറായി തന്നെ വരും എന്നുള്ളത്? അവള് പിടിച്ചു നിൽക്കുമോ എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു, പക്ഷെ അവള് പിടിച്ചു നിന്നില്ലേ. യെസ്. അങ്ങനെ അത് നല്ലൊരു, അവളുടെ ലൈഫിലൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്, നല്ലൊരു കാര്യം തന്നെയല്ലേ അത്. നമ്മൾ വിചാരിച്ചോന്ന് ചോദിച്ചാൽ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ശരിക്കും. ബിഗ് ബോസിന്റെ കാര്യം നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവളുടെ സ്വഭാവത്തിന് നമുക്ക് തോന്നും അവള് പിടിച്ചു നിൽക്കും, ഉറപ്പായിട്ട് പിടിച്ചു നിൽക്കും. ചിലപ്പോൾ തോന്നും ഇല്ല, അവളെ കൊണ്ട് നടക്കില്ല. അവൾ ഇപ്രാവശ്യം എന്നെ കണ്ടാൽ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ നീ പോവല്ല, നിനക്കൊന്നും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഇപ്പം എപ്പോഴെങ്കിലും നമ്മൾ ആ ഒരു ബിഗ് ബോസിൻ്റെ റിസൾട്ട് വന്ന് ഡിക്ലെയർ ചെയ്ത ആ ഒരു ടൈം തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ആക്ച്വലി ഡിസേർവിങ് കാൻഡിഡേറ്റിനല്ല കിട്ടിയത് എന്നുള്ളത്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലും തോന്നില്ലല്ലോ നമ്മുടെ ഫ്രണ്ടിലെ. അവള് ഞാൻ ശരിക്കും ബിഗ് ബോസ് അത്ര ഇതിൽ കണ്ടിട്ടില്ല. നമ്മൾ അവിടെ ആയതുകൊണ്ട് ടൈമിങ്ങിന്റെ പ്രശ്നമൊക്കെ, വേറെ ടൈമിങ്ങിൽ എന്തോ ആണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്തോ. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ ഈ നമ്മുടെ കൂടെയുള്ള ഒരാള് അനുചേച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവൾക്ക് കിട്ടണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു ബോണ്ട് കീപ്പ് ചെയ്യുന്ന ഒരാള്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരാൾ പോകുമ്പോൾ നമ്മൾ എന്തായാലും അത് കാണണം എന്ന സാധനം ഉണ്ടാവില്ലേ? വിഷമിക്കുന്ന കാണുമ്പോ തീർച്ചയായിട്ടും കരച്ചിൽ കാർഡ് വന്നപ്പോഴാണോ വിഷമം വരും? കരച്ചിൽ കാർഡ് ഞാൻ ഉദ്ദേശിച്ചതല്ല, കരഞ്ഞ വിഷമം. അല്ല, അവള് പെട്ടെന്ന് കരയുന്ന കൂട്ടത്തില്ല. ഞാനായാലും അങ്ങനെയാണ്, അങ്ങനെയാണ്. പെട്ടെന്ന്
പൊതുവേ ഞങ്ങളൊക്കെ പെട്ടെന്ന് കരയുന്ന കൂട്ടത്തിലാണ്. ആ പൊതുവെ എനിക്ക് തോന്നുന്നു എല്ലാ പെൺകുട്ടികളും ചിലവർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. നല്ല അതൊക്കെ വലിയൊരു ക്വാളിറ്റിയാണ്. എനിക്ക് അങ്ങനെ ആവണം എന്നാണ് ആഗ്രഹം, പക്ഷെ പറ്റാറില്ല. എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനെയല്ല. ചില ആൾക്കാർ നല്ല സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് നിൽക്കും. ഞാൻ ആഗ്രഹം പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല, കരയും വേണ്ടത്. ഞാൻ ആവശ്യമുള്ളതിനെ കരയത്തുള്ളൂ. പക്ഷെ ഞാൻ എന്ത് കാര്യത്തിനും പെട്ടെന്ന് കാര്യം മാറ്റണം. യെസ്, മാറ്റാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? മാറ്റാൻ കരച്ചിൽ വരുമ്പോഴത്തേക്കും ചിരിച്ചാൽ മതി. ഞാൻ എന്ത് പറയുന്നത്? ഓക്കെ, അപ്പൊ നമ്മളൊരു നമ്മളിങ്ങനെ ചിരിച്ചു കഴിഞ്ഞാണ്, നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നമ്മുടെ ഇങ്ങനെ ഒന്ന് ചിരിച്ച് കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യും. എന്തോ ഇങ്ങനെ ഞാൻ വായിച്ചു ഇങ്ങനെ എന്തോ റീലോ അങ്ങനെ എന്തോ കണ്ടതാണ്, എനിക്കറിയത്തില്ല സത്യമാണെന്നുള്ളത്. ഇങ്ങനെ വെച്ചാൽ എന്തോ മസിൽസ് ഇങ്ങനെ ആവുന്നതനുസരിച്ച് ബ്രെയിൻ അങ്ങനെ ഓക്കെ ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കണ്ടെന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞ എന്നൊക്കെ ഞാൻ ഇങ്ങനെ എവിടെയോ കണ്ടതാണ്. എനിക്കറിയത്തില്ല, എൻ്റെ ദൈവം സത്യമായിട്ട് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ആയിരിക്കാം, നമുക്കങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. മൂഡ് മാറും എന്നുള്ളതാ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ മൂഡ് മാറുന്നു വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ. പിന്നെ നമുക്ക് വിഷമം എന്നുള്ള ഒരു കാര്യം എപ്പോഴും എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ. എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ ഇങ്ങനെ വിഷമം വരുമല്ലോ, പെട്ടെന്ന് സങ്കടം വരും, വിഷമം വരും. അതിനിപ്പം പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിക്കുന്ന വിഷമം വരുമ്പോ കരഞ്ഞത് തീർക്കുക. പബ്ലിക്കിലൊന്നും കരയാൻ പറ്റില്ലല്ലോ. ഇല്ല, അതാണ് പ്രശ്നം. അത് ശരിയാ, അതൊരു പോയിന്റ്. അപ്പൊ ഞാൻ ചിരിച്ചു നോക്കാം. ഇനി നേരെ അല്ലെങ്കിൽ റൂമിൽ പോയിരുന്ന് കഥ അടച്ചിട്ടിരുന്ന് കരയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ജീവിച്ചല്ലേ പറ്റൂ. ഞാൻ മറ്റേ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വന്നിരിക്കണ പോലെ ഉണ്ട്, അതല്ലേ പറ്റൂ. അങ്ങനെ തോന്നിയോ? അങ്ങനെ ഒരിക്കലും എന്നെ എവിടെയെങ്കിലും കൊണ്ട് കാണിച്ചാലേ എവിടെയെങ്കിലും കൊണ്ട് കാണിക്കണം. ഇപ്പൊ സ്റ്റാർ മാജിക് ഷോയില് തീരാത്തൊരു വിടവാണ് സുധിച്ചേട്ടൻ. അപ്പം ആക്ച്വലി ആ ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യം കേട്ടപ്പോൾ എവിടെ വെച്ചാൽ കേട്ടെ? ആക്ച്വലി എന്തായിരുന്നു റിയാക്ഷൻ? ഞാൻ വെളുപ്പിനായിരുന്നു, ഞാൻ കോട്ടയത്ത് വീട്ടിൽ തന്നെ ഉറങ്ങുമായിരുന്നു. അന്നേരമാണ് അനൂപേട്ടൻ വിളിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ. അപ്പോൾ ഒരിക്കലും അങ്ങനെ വിളിക്കുന്ന ആളല്ല അനൂപേട്ടൻ. നീ ഐശ്വര്യയുടെ ഞാൻ കോട്ടയത്ത് ചാടി എണീറ്റ് എന്ത് പറ്റി അനൂപേട്ട? ഇനി എന്തെങ്കിലും ഇവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഹെൽപ്പിനോ അല്ലെങ്കിൽ കോട്ടയത്ത് എന്തെങ്കിലും വന്നോ അങ്ങനെയൊക്കെയാണ് എൻ്റെ മൈൻഡിൽ പോയത്. അപ്പം നീ സൂചിച്ചേൻ്റെ വീട് അറിയോ, അഡ്രസ്സ് അറിയോ എന്ന് ചോദിച്ചു. അപ്പം നേരത്തെ താമസിച്ചിരുന്നത് എനിക്കറിയാമായിരുന്നു, ആ ടൈമിൽ താമസിച്ചിരുന്നത് എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പിന്നെ അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പം ഒന്ന് പെട്ടെന്ന് പറയുമോ? എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്ത് പറ്റിയാലും വേണ്ട, ആദ്യം ഞാൻ ഒന്ന് ചോദിച്ചു, പറഞ്ഞു അപ്പം പറയാം, ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്ത് പറ്റിയാലും വേണ്ട, എന്താന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇനി ഞാൻ എന്തെങ്കിലും സാധനം കൊടുക്കാനോ എന്തെങ്കിലും അത്യാവശ്യം അങ്ങനെയൊക്കെയാണ് എൻ്റെ മൈൻഡിൽ പോയത്. അപ്പം പറഞ്ഞു ഒന്നുമില്ല, സുചേട്ടൻ ആക്സിഡൻ്റ് ആയി, സുചേട്ടൻ പോയി. അപ്പം നമ്മൾ സത്യമാണോ? എന്താണ് വേണ്ടത് പറയുന്നത്? അപ്പം നമ്മൾ പിന്നെ നമ്മളവിടെ സ്റ്റക്കായി. അവിടെ പിന്നെ ഒന്നും നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പെട്ടെന്ന് രേണുവിനെ അടുത്ത് വിളിക്കാൻ പറ്റുമോ, അല്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പിന്നെ ഒന്നും ഒരു ഐഡിയയും കിട്ടിയില്ല. എന്നാൽ നീ അഡ്രസ്സ് പറ, രേണുവിനെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണ് അവിടെ ആദ്യം പോയത്, വീട്ടിൽ തപ്പി ഇങ്ങനെ എടുത്ത് പോയത്. എന്തായിരുന്നു രേണു ചേച്ചി എടുത്തപ്പോൾ ചേച്ചിയാണോ പറഞ്ഞത്? രേണു അപ്പോൾ ആദ്യം അവൾക്ക് വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അവൾ വേറെ എന്തോ ഒരു മൂഡിൽ അങ്ങനെ നടക്കുമായിരുന്നു. അത് നമുക്ക് വേറൊരു ഇതിൽ ഇല്ല. അപ്പം ആദ്യം അവൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇവർ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയത്തില്ല, ഞാൻ ഫോൺ കൊടുക്കാനും ഏട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ കൊടുത്തു. പിന്നെ അവർ സംസാരിച്ചു. ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ സംസാരിച്ചു. പിന്നെ അവിടെ ബഹളം. ഇപ്പം സുധിച്ചേട്ടൻ്റെ മരണശേഷം ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് രേണു ചേച്ചിക്കെതിരെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഐശ്വ എങ്ങനെ നോക്കി കാണുന്നു? അത് നമ്മൾ ഇപ്പം അവളുടെ പേഴ്സണൽ കാര്യം, അവളെങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇതാവണം എന്നുള്ളത്
തീരുമാനിക്കുക. നമ്മളതിനൊന്നും പറയാൻ നമ്മളാളല്ല. അപ്പം ജീവിക്കട്ടെ, അത്രേ ഉള്ളൂ. ജീവിക്കട്ടെ, നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുധിച്ചേട്ടൻ ആത്മാവിന് ശാന്തി കിട്ടട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അത്രേ ഉള്ളൂ. നന്നായിട്ട് ജീവിക്കാൻ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അതിൽ കൂടുതൽ എന്ത് പറയും. യെസ്, അത് തന്നെയാണല്ലോ ഏറ്റവും വേണ്ടത്. കമൻസ് ഇടുന്ന അവൾ എല്ലാം ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നു. നല്ല രീതിയിൽ ജീവിക്കട്ടെ. ഓക്കെ, ഇപ്പം നമ്മളെപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് സിനിമയും സീരിയലും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് സിനിമയിലേക്ക് വരുമ്പം ഒത്തിരി അവസരങ്ങളിലേക്ക് കിട്ടാറില്ല പൊതുവെ. അപ്പം അതെങ്ങനെയാണ്? അങ്ങനെ നമുക്ക് ഉറപ്പായിട്ട് കിട്ടത്തില്ലെന്ന് പറയാനും പറ്റത്തില്ല. ആശ ശരത് ചേച്ചിയൊക്കെ അല്ലേ, അവരൊക്കെ പിന്നെ കുങ്കുമപ്പൂവ് സീരിയൽ, പിന്നെ ഷെല്ലി ചേച്ചി, ഷെല്ലി മീൻസ് കുങ്കുമപ്പൂവിലെ ഹീറോയിൻ ചേച്ചി, ഇപ്പം നമ്മുടെ ടോവിനോ മിന്നൽ മുരളിയിലെ ഒക്കെ ആക്ട് ചെയ്യുന്നില്ലേ. പിന്നെ വീണ ചേച്ചി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ തലവരെയാണ് മോളെ. അതൊക്കെ ഒരു ഭാഗ്യമാണ്. കുറേ കാര്യങ്ങൾ കുറേ പേർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഹാർഡ് വർക്ക് ആണോ ലക്കാണോ എന്ന് ചോദിച്ചാൽ ചേച്ചി ഏതായിരിക്കും? രണ്ടും പറയും. ഹാർഡ് വർക്ക് ചെയ്ത് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് ഒന്നും എത്താതെ പോയവരും ഉണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല എല്ലാം അച്ചീവ് ചെയ്ത ആൾക്കാരും ഉണ്ട്. അപ്പം അവർക്ക് ചിലപ്പോൾ അതിനുള്ള ലക്ക് ഉണ്ടാവില്ലായിരിക്കും, ഇവർക്ക് ലക്കുണ്ടാവും. ചേച്ചീനെ ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? അതൊക്കെ ആരെങ്കിലും ഏതെങ്കിലും ഡയറക്ടർമാരൊക്കെ വിളിച്ചാൽ പോയി ചെയ്യും, ഏതെങ്കിലും ഒരു ഫിലിം. അപ്പോൾ പൊതുവേ നമ്മൾ കാണുന്നതാണ്, ഇപ്പം ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് അവർ കല്യാണത്തിന് ശേഷം അതിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള ഇതിലേക്ക്. അപ്പം അങ്ങനെയൊന്നും പോയതല്ല, പിന്മാറിയിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ ഇവിടെ ഒരു വർക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വന്ന് ചെയ്യും. പിന്നെ ഇപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ ഡാൻസ് ക്ലാസ് ഉണ്ട്. അത് നന്നായിട്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പം അവരെല്ലാവരും പേരൻസൊക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോവുകയെന്ന് പറഞ്ഞപ്പം പോയിട്ട് വാന്ന് പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഞാൻ അവർക്ക് ഓൺലൈൻ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് ഇവിടെ ആയാലും. പക്ഷേ അങ്ങനെ നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ അവിടുന്ന് ഇട്ട് വരാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് വന്നും പോയൊക്കെ ചെയ്യാം. അങ്ങനെ പിന്നെ ദൂരം ഒരു പ്രശ്നമേ ഉള്ളൂ. എന്നാലും നമുക്ക് വന്നും പോയി ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് ഭാവിയിൽ ഒരു മിഥുൻ രമേശ് ആണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ആളെ നേരിട്ട് പരിചയമൊന്നുമില്ല കേട്ടോ, എന്നാലും ഭയങ്കര ഹാർഡ് വർക്കിംഗ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ രണ്ടുപേര്. വൈഫിനെ ആയാലും ഭയങ്കര ഇഷ്ടമാണ് അവർ. ചേട്ടൻ എത്ര ഹാർഡ് വർക്കിംഗ് ആണ്. അവിടെ ഇതെല്ലാം നോക്കി പോയി വന്ന് ഇവിടെ ചെയ്യുന്നു, വേറെ ഷോ എല്ലാം പല കൺട്രീസിൽ ഷോ ചെയ്യുന്നു, ഇവിടെ വന്ന് ഫ്ലവേഴ്സിൽ മറ്റേ ഷോ ചെയ്യുന്നില്ല അത് ചെയ്യുന്നു, അവിടുത്തെ വർക്കും ആർജയായിട്ട് അവിടെ തുടരുന്നു. അതൊക്കെ ഒരു അടിപൊളിയല്ലേ, സൂപ്പറാണ്. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആവുമായിരിക്കും. ആരെങ്കിലൊക്കെ വിളിച്ചാൽ പോയി വന്ന് ഞാൻ ചെയ്യും. നിങ്ങൾ വിളിക്കണം, വിളിച്ചാൽ ഞാൻ വരാം. അപ്പൊ ചേച്ചി നാട്ടില് പ്രോഗ്രാംസ് എടുക്കുന്നുണ്ടോ? നാട്ടിലും പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇനാഗ്രേഷൻ ആയാലും അങ്ങനെ ഡാൻസ് പ്രോഗ്രാം ആയാലും എനിക്ക് ഇവിടെയും എല്ലാം സെറ്റാണ്. ഇപ്പം നാട്ടില് പ്രോഗ്രാം വന്നാൽ നമ്മളിവിടെ നാട്ടിൽ വന്ന് ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനാഗ്രേഷൻ ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പം ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് ഡാൻസിൻ്റെ, അപ്പം അതും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അവരെയൊക്കെ ഓൺലൈൻ ക്ലാസ്സിലുള്ള കുറച്ച് കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നാട്ടിൽ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. അതാണ് 2026 എയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ, കുറച്ച് കുട്ടികൾ ഓൺലൈനിലുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും വെച്ചിട്ട് നമുക്ക് നാട്ടിലൊരു പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഖത്തറിലുള്ള കുറച്ച് കുട്ടികളെ വെച്ചിട്ട് ഖത്തറിൽ പ്രോഗ്രാംസ് ചെയ്യണം. അതാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ. എല്ലാം മനസ്സിലുള്ളതുപോലെ തന്നെ നടക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇപ്പോൾ ടീമിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആ ടീമിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഭയങ്കര ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പം ടീമിനെ വിളിച്ച് ചോദിക്കാനോ? ചേച്ചി വിളിച്ചു തന്നാൽ മതി. ഞാനോ? നമുക്കൊരു പ്രാങ്ക് കോൾ ചെയ്യാം. ടീമിനെയോ? അവരിപ്പോ അവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ വെറുതെ സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ നിൽക്കണം. നമ്മള് ചെറിയൊരു കട്ടുറുമ്പാവാ.
വലിയ ഇട്ടുറുമ്പായാലും പ്രശ്നം, ചെറുതാ കുഴപ്പമില്ല. ഹലോ ഹലോ, ടീമ തിരക്കാണോ? ഇല്ല ഇല്ല പറഞ്ഞോ. ഇവിടെ കൊച്ചിയിലെങ്ങാനും ഉണ്ടോ? കൊച്ചിയിലെ മലപ്പുറത്താണല്ലോ. അയ്യോ ആണോ? അതെ. ഇവിടെ ഇവിടെ ഒരു ഞാനും അമ്മയും കൂടെ ഇവിടെ ഒരു ഷൂട്ടിന് വന്നതാണ്, ഫോട്ടോഷൂട്ടിന്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ എനിക്കത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരെന്തൊക്കെയോ കിടന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പോകാനായിട്ട് തിരിച്ച് പോകാനും പറ്റുന്നില്ല, ഇവിടുന്ന് വിടത്തില്ലെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ ഏരിയ എന്തെങ്കിലും ടീമിന് പരിചയമുണ്ടോ, ഒന്ന് ഇവിടം വരെ വരാമെന്ന് ചോദിക്കാൻ വിളിച്ചതായിരുന്നു. ഞാൻ വാഴക്കാല. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു. ഓക്കെ നമ്മൾ പൊക്കോളാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതായി. എന്നിട്ട് നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഇവിടുത്തെ ലോക്കൽസൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു, അലമ്പാക്കുന്നു. അപ്പം വാഴക്കാല. വേറെ വരാൻ പറ്റത്തില്ലല്ലേ? ഞാൻ ഇപ്പം ഇവരെന്തൊക്കെയോ എന്നോട് പറയുവാണ്. എനിക്ക് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പോ. അതാണ്. ആ ഓക്കെ ഓക്കെ. ഇവരോടൊന്നും എന്തൊന്നും സംസാരിക്കുവോ ടീം? ഹലോ ടീം, നമ്മള് ബി പബ്ലിക് ചാനലിന്നാ. എൻ്റെ പേര് അന്നാന്നാ. നമ്മള് ചാനലിൽ നിന്നാണ്, അന്നാന്നാ പേര്. നമ്മള് ഇന്റർവ്യൂല് ഒരു കോൾ ചെയ്യാൻ വേണ്ടി വിളിച്ചതാ, പ്രാങ്ക് കോൾ. ആ ഇന്റർവ്യൂവിന്റെ ഇടയിൽ വിളിച്ചതാ. ടീം അവിടെ ഉണ്ടായിരുന്നു, ഉറപ്പായിട്ട് വന്നേനെ. അതെ, ടീം ഉണ്ടായിരുന്നു. ഇല്ലാഞ്ഞിട്ട് പോലും ഫ്രണ്ടിനെ വിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അതാണ് മനസ്സ്. സെറ്റ്. അടിപൊളി. ടീം ഇപ്പം മലപ്പുറത്തേക്ക് ഇപ്പം ഹണിമൂൺ കാര്യങ്ങളൊക്കെ ആണോ? ഹണിമൂൺ അപ്പൊ എങ്ങോട്ടാ? പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ളൂ ഹണിമൂൺ വരുന്നുണ്ട് ടീമിന്. അതെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എങ്ങോട്ടാ പോകുന്നേ? ഫിക്സ് ചെയ്തോ? ഫിക്സ് ചെയ്തില്ല, കുറച്ച് സ്ഥലമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എവിടെ പോകണം? വൈഫുണ്ടോ അടുത്ത്? വൈഫുണ്ട്. ഞങ്ങളുടെ അന്വേഷണം പറയണേ. പറഞ്ഞോളാം. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞാൻ ഐഷ ചേച്ചിക്ക് ഫോൺ കൊടുക്കാം. ടീമേ ഇവരെന്നോട് വിളിക്കാൻ പറഞ്ഞു, പ്രാങ്ക് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. അതെ അതെ, ഞങ്ങൾ പല രീതിയിൽ ഇവരെന്നോട് പ്ലാൻ ചെയ്ത് ഇങ്ങനെ പറ ഇങ്ങനെ പറ. ഞാൻ പറഞ്ഞു അതിലൊന്നും വീഴത്തില്ല, അതൊക്കെ അറിയാം, ഓൾറെഡി നമുക്ക് അറിയാം, അതൊന്നും വീഴത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതേ ഉള്ളൂ, അങ്ങനെ പെട്ടെന്ന് വിളിച്ചതാ. ഇല്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കും, ഇപ്പൊ കഴിയും. ഇത് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ ബൈ. ശരി ശരി. അടിപൊളിയായിരുന്നു. എനിക്ക് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഐറ്റം വിചാരിച്ചില്ല. വിളിച്ചാൽ ടീം സ്പോട്ടിലെത്തും. ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും, അല്ലെ ആരെങ്കിലും വിടും. നന്ദൻ ഉയർ ഒരു ബ്രദറിന്റെ കെയർ ഉണ്ടാവും. അത് നമുക്ക് ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുണ്ടായിരുന്നു. നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. നമുക്ക് എന്തൊരു വിഷമം, എന്തെങ്കിലും ആവശ്യം, അത്യാവശ്യം വന്നാലും നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിച്ച് വിളിക്കാൻ പറ്റും. അങ്ങനെ വിളിക്കാൻ പറ്റുന്ന 3 പേരുടെ പേര് പറയാൻ പറഞ്ഞ? 3 പേരില്ല, കുറെ പേരെ പറയേണ്ടി വരും. 3 പേര് ടീമിനെ വിളിക്കാം. ടീമിനെ പറയട്ടെ. ടീമിനെ വിളിക്കാം, ശ്രീവിദ്യ വിളിക്കാം, ആലീസിനെ വിളിക്കാം, ആരെ അവിടെ സ്റ്റാർ മാജിക്കിൽ ആരെ വേണമെങ്കിലും വിളിക്കാം. ബിനിച്ചേട്ടനെ വിളിക്കാം, നയനെ വിളിക്കാം, ആരെ വേണമെങ്കിലും വിളിക്കാം. അസീസിക്കെ വിളിക്കാം, അസീസ്ക, ബിനിച്ച, ആരെ വേണമെങ്കിലും, ശശു, ആരെ വേണമെങ്കിലും നമുക്ക് വിളിക്കാം, ഒരു കുഴപ്പമില്ല. കുറെ പേര്, എല്ലാരെയും വിളിക്കാം. എല്ലാരും ഞാനിങ്ങനെ പ്രശ്നത്തിലാണ്, ഓക്കെ എവിടെയാണ്, ഞങ്ങൾ വരാം. അങ്ങനെ. ഓക്കെ. അപ്പം ഇനിയിപ്പം എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഡാൻസ് ക്ലാസ്, എൻ്റെ പിള്ളേർ, നല്ല ഒരുപാട് പ്രോഗ്രാംസ്, നാട്ടിലും ഇവിടെ
നാട്ടിലും ഖത്തറിലുമായിട്ടും ഒരുപാട് പ്രോഗ്രാംസ്, ഒരുപാട് ഡാൻസ് പ്രോഗ്രാംസ്, എൻ്റെ പിള്ളേരുടെ പ്രോഗ്രാംസ്, എൻ്റെ ഡാൻസ് ക്ലാസ്. ഓക്കെ. അതിന് സന്തോഷം. ഇനിയിപ്പം ഞാൻ ഇപ്പൊ കുറച്ച് നേരമായിട്ട് കുറച്ച് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അമ്മായിമാരുടെ ഇടയിലുള്ള ഒരു ടോക്ക് വെച്ച് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് എന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കാണുക വേണ്ട, ചോദിക്കരുത്, അപ്പൊ ചോദിക്കരുത്. അല്ല, പ്രേക്ഷകരെ പ്രതിനിധീകരിച്ചാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. പ്രേക്ഷകർ അങ്ങനെയൊന്നും എന്നോട് ചോദിക്കാം. ചോദ്യം കേക്ക്. കേക്കാം, കേട്ടിട്ട് പറയണം. എന്താണ് ബേബി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ? അത് അങ്ങനെ ഞങ്ങൾ ആദ്യം ഒന്ന് വളർന്ന് വലുതായി, ഒന്ന് മെച്യൂരിറ്റി ആവട്ടെ. ഞങ്ങൾ വളർന്നിട്ടില്ല. അതെ, ഞങ്ങൾ വളർന്നിട്ടില്ല, പിള്ളേരെ വളർത്താറായിട്ടില്ല. അത്രേ. എന്നിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെയും സഹിച്ചിരുന്നതിന് ബീഫ് ബ്ലേസ് പ്രേക്ഷകർക്ക് ഒരുപാട് പ്രേക്ഷകരെ എന്നോട് ക്ഷമിക്കണം. എന്തിനാ, അടിപൊളിയായിരുന്നില്ലേ? ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. ഇത്ര നേരം സഹിച്ചു. ഓക്കെ. അപ്പോൾ ബൈ.